പ്രകൃതിയിലേക്ക് മടങ്ങാൻ കൊതിക്കുന്ന മനുഷ്യ മനസ്സിനെപ്പറ്റി എഴുതിയിട്ടുള്ളത് ജാപ്പനീസ് പ്രകൃതി കൃഷിയുടെ ആചാര്യനും കൃഷിശാസ്ത്രജ്ഞനുമായ മസനോബു ഫുക്കുവോക്കയാണ്. മാനവകുലത്തിൻ്റെ എല്ലാ ശാസ്ത്രീയ ഭൗതിക നേട്ടങ്ങളും പ്രകൃതിയുടെ സാകല്യത്തിൽ നിഷ്പ്രഭമാണെന്ന് ഫുക്കുവോക്ക പറയുന്നു. മണ്ണിനെയും കാർഷിക സംസ്കൃതിയെയും പറ്റിയുള്ള ഉൾക്കാഴ്ചയിൽ ഫുക്കുവോക്ക ഉന്നതമായ ജോലി വലിച്ചെറിഞ്ഞ് കൃഷിയിലേക്ക് തിരിഞ്ഞു. മരുഭൂവുകളിലും ഊഷരദേശങ്ങളിലും വിയർപ്പൊഴുക്കി ഇങ്ങനെ പ്രകൃതിയെ തൊട്ടുണർത്തിയ മനുഷ്യർ അപൂർവമാണ്. പ്രകൃതിയെ അതിരറ്റ് സ്നേഹിക്കുന്ന ഇത്തരം മനുഷ്യർ നിശബ്ദമായി ഈ ഭൂഗോളത്തിൻ്റെ അതിരുകൾക്കുള്ളിൽ പ്രയത്നത്തിൻ്റെ വൻ വിജയകഥകൾ എഴുതുന്നു. നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ നമ്മുടെ തൊട്ട് അയൽക്കാരനായി ഇവർ അജ്ഞാതരായ പ്രകൃത്യോപാസകരായി കഴിയുന്നു. ഹരിതാഭ കൊണ്ട് മണ്ണിലും വിണ്ണിലും വിസ്മയം തീർത്ത വേറിട്ട ഒരു മനുഷ്യനെ ഹരിതഭാരതം ഇക്കുറി പരിചയപ്പെടുത്തുന്നു. കൊച്ചി നഗരത്തിൽ തലയുയർത്തി നിൽക്കുന്ന അമ്പരചുംബികളായ ഫ്ളാറ്റുകൾക്കും കൂറ്റൻ കെട്ടിടങ്ങൾക്കും ഇടയിലൂടെ ഒരു യാത്ര. നഗരത്തിലെത്തുന്ന ഏത് ഗ്രാമീണ ഹൃദയനെയും അമ്പരപ്പിക്കുന്ന ആകാശ കാഴ്ചകളാണ് കൊച്ചി നഗരത്തിലുള്ളത്. ആകാശം തൊട്ടു നിൽക്കുന്ന ഫ്ളാറ്റുകൾ നഗരവാസിക്ക് കൗതുകമല്ല. കാരണം കൊച്ചി ഫ്ളാറ്റുകളുടെ കൂടി നഗരമായി കഴിഞ്ഞു. പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ ഇവിടെ ചെറുതും വലുതുമായ ഫ്ളാറ്റുകളിൽ കഴിഞ്ഞുകൂടുന്നു. കൊച്ചിയിൽ വികസന പദ്ധതികൾ പുരോഗമിക്കുന്നതോടൊപ്പം ഫ്ളാറ്റുകളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് ഹരിതപ്രഭ ചൊരിഞ്ഞു നിന്ന കൊച്ചി നഗരം ഇന്ന് മറ്റൊരു കോൺക്രീറ്റ് വനമാണ്. ദിനംപ്രതി നൂറുകണക്കിന് പൈലിംഗ് മെഷീനുകൾ ഇടിച്ചു നുറുക്കുന്ന എറണാകുളത്തിൻ്റെ ഹൃദയത്തിൽ ഇനി പച്ചപ്പിന് ഇടമില്ല. അന്തരീക്ഷ മാലിന്യവും വിനാശകാരികളായ വിഷവസ്തുക്കളും നഗരത്തിൽ നിറയുന്നതായി പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. വാഹനത്തിനു മുന്നിൽ കാണപ്പെട്ട പുകമഞ്ഞു തന്നെ ഇതിന് തെളിവ് നൽകുന്നു. നഗരത്തിൽ തിരക്ക് പിടിച്ചിട്ടില്ലെങ്കിലും തലേന്നത്തെ വാഹന ഗതാഗതത്തിൻ്റെ പുകമഞ്ഞ് ഇനിയും വിട്ടുമാറാതെ നിൽക്കുന്നത് കാണുക. എന്നാൽ പ്രതീക്ഷകൾ അത്ര കണ്ട് അസ്തമിച്ചിട്ടില്ലെന്ന് ARS വാദ്യാർ പറയുന്നു. ARS വാദ്യാർ എന്ന് പേര് കേട്ടാൽ ഒരുപക്ഷെ ആരും അദ്ദേഹത്തെ തിരിച്ചറിയാനിടയില്ല. എന്നാൽ യശോറാം വാദ്യാർ എന്ന് കേട്ടാൽ കൊച്ചി അറിയും. സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്ത് ഇന്ന് കേരളത്തിലെ തന്നെ പ്രമുഖ ബിൽഡറായി മാറിയ 52കാരനായ വാദ്യാർക്ക് കെട്ടിടങ്ങളെക്കാളേറെ കൃഷിയോടാണ് താൽപ്പര്യമെന്നത് പരസ്യമായ രഹസ്യം. എറണാകുളം ബ്രോഡ്വേയിൽ പബ്ലിക് ലൈബ്രറി കെട്ടിടത്തിനടുത്തുള്ള വാദ്യാരുടെ വീടാണ് ഇത്. ബ്രോഡ്വേയിലെ പകൽ തിരക്കുകൾക്കിടയിൽ തീരെ അപ്രസക്തമെന്ന നിലയിൽ നിൽക്കുന്ന ഈ 3 നില വീടിൻ്റെ മട്ടുപ്പാവിലാണ് വാദ്യാർ വിസ്മയം തീർത്തിരിക്കുന്നത്. കൊച്ചിയിൽ ടെറസ് ഫാമിങ്ങിന് തുടക്കം കുറിച്ചവരിൽ പ്രധാനിയാണ് വാദ്യാർ. ടെറസ് ഫാമിങ്ങിനെ പറ്റിയുള്ള ശാസ്ത്രീയ അറിവുകളും പരിചയവും കെട്ടിട നിർമ്മാണത്തിലെന്ന പോലെ കൃഷിയിലും വാദ്യാരെ വ്യത്യസ്തനാക്കുന്നു. ഹരിതഭാരതം കടന്നു ചെല്ലുമ്പോൾ വാദ്യാരും കുടുംബാംഗങ്ങളും പ്രഭാത പൂജയുടെ തിരക്കിലായിരുന്നു. നിലവിളക്കുകൾ കൊളുത്തി പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ട് മണിനാദം മുഴക്കിയുള്ള പൂജ അല്പസമയം നീണ്ടുനിൽക്കും. ഈ ലോകത്തിനും പ്രകൃതിക്കും സമസ്ത ജീവജാലങ്ങൾക്കും സുഖം പകരണേ എന്നാണ് പ്രാർത്ഥനാ സങ്കല്പം. ഭൂഗോളത്തിൻ്റെ ചൈതന്യത്തിനും നന്മയ്ക്കുമായാണ് ഈ ആരതി. ഭൂമിദേവിയുടെ പ്രസാദത്തിന് മുന്നിൽ സാഷ്ടാംഗ പ്രണാമം.